Welcome back to another episode of Life on Camera by Anu. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഓപ്പർച്യൂണിറ്റി വിസയെ കുറിച്ചിട്ടുള്ളതാണ്. അതിൽ വരുന്ന റിജക്ഷൻസ് ആൻഡ് സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ലാസ്റ്റ് ഇയർ ആണ് ഈ വിസ ജർമ്മനിയിൽ സ്റ്റാർട്ട് ആയത്. ഈ വിസയ്ക്ക് ജർമ്മൻ ലാംഗ്വേജിലെ പേര് ചാൻസ് കട്ട വിസ എന്നാണ്. ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് നാൾ ജർമ്മനിയിൽ വന്ന് ജോലി അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ജർമ്മൻ ഗവൺമെന്റ് ഈ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുന്നേ ജോബ് സീക്കർ വിസയിലാണ് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ജർമ്മനിയിൽ വന്ന് ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ജോബ് സീക്കർ വിസയ്ക്ക് 3 ഡ്രോബാക്സ് ഉണ്ട്. ഒന്നാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ വിസയുടെ കാലാവധി 6 മാസം വരെ ഉള്ളൂ. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ വിസയിൽ ഇവിടെ വരുന്ന ജോലി അന്വേഷിക്കുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ വിസയിൽ ഇവിടെ വരുന്നവർക്ക് അവരുടെ സ്പൗസിനെയോ കുട്ടികളെയോ കൊണ്ടുവരാൻ പറ്റില്ല. ജോബ് സീക്കർ വിസയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയ്ക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ വിസയുടെ ഡ്യൂറേഷൻ 1 ഇയർ ആണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ വിസയിൽ ഇവിടെ വന്ന് ജോലി അന്വേഷിക്കുന്നതോട് കൂടെ തന്നെ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാം. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബ്ലോക്ക് അക്കൗണ്ടിൽ ആവശ്യത്തിനായിട്ടുള്ള എമൗണ്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ വിസ കിട്ടുന്നതിനൊപ്പം തന്നെ ഡിപ്പെൻഡന്റ് ആയിട്ട് സ്പൗസിനെയും കുട്ടികളെയും ജർമ്മനിയിലേക്ക് കൂടെ കൊണ്ടുവരാം. ചാൻസ് കട്ട് വിസയ്ക്ക് വേണ്ടി നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനൊത്ത് ഒരുപാട് റിജക്ഷൻസും വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് റിജക്ഷൻസ് വരുന്നത്, നമുക്ക് എങ്ങനെ ആ റിജക്ഷൻസ് സോൾവ് ചെയ്യാം എന്നതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ വിസ റിജക്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് ഫണ്ട്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രൂഫ് ഓഫ് ഫണ്ട് സെക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് 12 ലക്ഷം രൂപ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ നാട്ടിൽ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരിൽ പലരും SBI HDFC സേവിങ്സ് അക്കൗണ്ടിൽ അഥവാ FD അക്കൗണ്ടിൽ 12 ലക്ഷം രൂപ ഇട്ട് കാണിച്ചിട്ടാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. സേവിങ്സ് അക്കൗണ്ടിൽ അഥവാ FD അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇട്ട് കാണിക്കുന്നത് കാരണം അതിന്റെ ജെന്യുവിനിറ്റി ചോദ്യം ചെയ്യപ്പെടുകയും വിസ ഓഫീസർമാർക്ക് കൺവിൻസ് ആകാതെ വിസ റിജക്ട് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. വിസ ഓഫീസേഴ്സ് കൺവിൻസ് ആവാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ വിസ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് FD അക്കൗണ്ടിലോ സേവിങ്സ് അക്കൗണ്ടിലോ ഉള്ള എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യത കൂടുതൽ കൊണ്ടാണ്. ഇനി ഈ ഇഷ്യൂ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വെച്ചാൽ SBI HDFC പോലുള്ള ബാങ്കുകൾ പോയിട്ട് വിസ പ്രോസസ്സിംഗിനായിട്ട് വേണ്ടി മാത്രമായിട്ട് ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് 12 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത ഡോക്യുമെന്റ് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിസ അപ്രൂവലിനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇന്റന്റ് ടു ട്രാവൽ എന്ന് വെച്ചാൽ ജർമ്മനിയിലേക്ക് നമ്മൾ എന്തിനാണ് വരുന്നതിന്റെ കാരണം വ്യക്തമായിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജർമ്മനിയിൽ വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ജോലി അന്വേഷിക്കുന്നതിന്റെ സ്ട്രാറ്റജി വ്യക്തമായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു മോട്ടിവേഷൻ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുകയും അതിൽ നമ്മൾ ഓൺ സ്റ്റോറി മാത്രമായിരിക്കണം. ഒരിക്കലും അത് വേറെ ഒരിടത്തിന് കോപ്പി പേസ്റ്റ് ചെയ്തൊരു സ്റ്റോറി ആവരുത്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ട്രാവൽ ഇൻഷുറൻസ് 1 വർഷത്തേക്ക് ഇല്ലാതിരിക്കുക. ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഹെൽത്ത് ട്രാവൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവർ മാക്സിമം 6 മാസത്തെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഈ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഡോക്ടർ വോൾട്ടേഴ്സിന്റെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. അത് അറൌണ്ട് €35 പെർ മന്ത് പേ ചെയ്യേണ്ടതായിട്ട് വരും. കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഡോക്ടർ വോൾട്ടേഴ്സ് ഇൻഷുറൻസിന്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇൻഷുറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ജർമ്മനിയിൽ വന്നു കഴിഞ്ഞിട്ട് മന്ത്ലി പേയ്മെന്റ് ചെയ്താൽ മതി. നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജർമ്മനിയിലെ നമ്മുടെ 12 മാസത്തെ അക്കോമഡേഷൻ ഡീറ്റെയിൽസോ അതിന്റെ കൺഫർമേഷൻസോ പ്രോപ്പർ ആയിട്ട് സബ്മിറ്റ് ചെയ്യാതെ ഇരുന്നാലും വിസ റിജക്ഷൻസ് വരും. ഈ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ booking.com വഴി നമുക്ക് 12 മാസത്തേക്ക് അപ്പാർട്ട്മെന്റോ റൂമോ വിത്തൗട്ട് പേയ്മെന്റ് ബുക്ക് ചെയ്തിടാൻ പറ്റും. ജർമ്മനിയിൽ ഓൺ അറൈവൽ അപ്പാർട്ട്മെന്റ് ബുക്കിംഗ് പേയ്മെന്റ് ചെയ്താൽ മതി. മാത്രമല്ല ഓൾറെഡി നമുക്ക് കൺഫർമേഷൻ മെയിൽ കിട്ടുകയും വിസ ആപ്ലിക്കേഷൻ സമയത്ത് ആ കൺഫർമേഷൻ മെയിൽ സബ്മിറ്റ് ചെയ്താൽ മതി. അഞ്ചാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസിന്റെ പോരായ്മ. അതായത് ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ നമ്മളൊരു മോട്ടിവേഷൻ ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് വരെയാണെങ്കിൽ വിസ ഓഫീസേഴ്സ് അത് നോട്ട് ചെയ്യുകയും നമുക്ക് ഇംഗ്ലീഷിൽ പ്രൊഫഷൻസി ഇല്ലെന്ന് മനസ്സിലാക്കി അവർ വിസ റിജക്ട് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസിൽ A1 A2 ലെവൽ ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ
ഉറപ്പായിട്ടും വിസ ഓഫീസർമാർ ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ ചോദ്യം ചെയ്യുകയും സപ്പോസ് നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റാതെ ഇരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിസ റിജക്ട് ചെയ്യുകയും ചെയ്യും. ഈ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ഒരു മോട്ടിവേഷൻ ലെറ്റർ എഴുതുകയും ജർമ്മൻ ലാംഗ്വേജിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇന്റർവ്യൂവിന് പോവുകയും ചെയ്യണം. വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മാക്സിമം ഇന്റർവ്യൂസ് ഓൺലൈൻ വഴി അറ്റൻഡ് ചെയ്യുകയും ആ ഇന്റർവ്യൂ കോൾ ലെറ്റർ വിസ അപ്ലൈ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വിസ അപ്രൂവലിനുള്ള ചാൻസ് കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.